പഴയ ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്കായി തുറക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. വ്യക്തമാക്കി. പൂയംകുട്ടിയിൽ സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജപാത തുറക്കണമെന്ന ആവശ്യം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെടുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പിയും പറഞ്ഞു. ആന്റണി ജോൺ എം.എൽ.എയും മാത്യു കുഴൽനാടൻ എം.എൽ.എയും ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും ജനങ്ങൾക്കൊപ്പം പോരാട്ടത്തിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചു. പൂയംകുട്ടി മാങ്കുളം വഴിയുള്ള ആലുവ മൂന്നാർ രാജപാത ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ജനകീയ അവകാശ പ്രഖ്യാപന യാത്രയുടെ ഉദ്ഘാടനം പൂയംകുട്ടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് നടന്നത്. ഡീൻ കുര്യാക്കോസ് എം.പി. സമരം ഉദ്ഘാടനം ചെയ്തു. രാജപാത തുറക്കണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പമാണ് ജനപ്രതിനിധികളെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭീഷണിക്ക് വഴങ്ങില്ല. ജനങ്ങളുടെ ഒറ്റക്കെട്ടായുള്ള ആവശ്യത്തിനു മുമ്പിൽ അധികാരവർഗത്തിന് മുട്ടുമടക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ സമരം വിജയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനായ എം.എൽ.എ. ശ്രീ ആന്റണി ജോർജ് മനസ്സിലാക്കിയതുപോലെ സർക്കാരിന് മുൻപിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കാര്യങ്ങൾ ഉന്നയിച്ച് കടന്നുപോയിട്ടുണ്ട്. മുട്ടാവുന്ന മാതൃകകളെല്ലാം നമ്മൾ ബുദ്ധിമുട്ടി. എന്നാൽ ന്യായമായ അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതിനടുത്ത് വെച്ച് നമ്മൾ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ഇവിടെ പ്രിയങ്കരനായ ശ്രീ ഷാജി കൈകാരികൻ ഉൾപ്പെടെ റോഡ് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാവരുടെയും മനസ്സ് ഒന്നാണ്. ഈ കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയമില്ല, യാതൊരു തരത്തിലുള്ള വിഭാഗീയതയില്ല. ഈ നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. ആലുവ മൂന്നാർ രാജപാത അടച്ചിട്ടിരിക്കുന്നതിൽ ഒരു ന്യായീകരണവുമില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പി. പറഞ്ഞു. ഈ റോഡ് തുറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇക്കാര്യം മറ്റ് എം.പിമാരോടൊപ്പം ചേർന്ന് പാർലമെന്റിൽ ഉന്നയിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്യും. കേന്ദ്ര വനമന്ത്രിയെ നേരിൽ കാണുമെന്നും ഫ്രാൻസിസ് ജോർജ് അറിയിച്ചു. പഴയ ആലുവ മൂന്നാർ റോഡ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, എത്രയോ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ റോഡ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ റോഡ് പിന്നീട് നമുക്കെല്ലാം അറിവുള്ളതുപോലെ 99 വെള്ളപ്പൊക്കം എന്നാണല്ലോ പറയുക. ആ വെള്ളപ്പൊക്ക കാലത്താണ് ഈ റോഡിന് തടസ്സമുണ്ടായത്. അതിനുശേഷം ഇത് പുനർനിർമ്മിക്കാനും സഞ്ചാരയോഗ്യമാക്കാനും വേണ്ടി നടത്തിയ നമ്മളുടെ നീക്കങ്ങളൊന്നും തന്നെ വിജയം കണ്ടില്ല. കാരണം നമ്മുടെ വനം വകുപ്പ് അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അങ്ങോട്ട് ഇവിടെ പൂയംകുട്ടിക്ക് ശേഷം അങ്ങോട്ട് നമുക്ക് പെരുമ്പൽക്കുത്ത്, അങ്ങനെ ആ മേഖലയിലേക്ക് മാങ്കുളം, ഞങ്ങൾ അതിലെല്ലാം ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നേരത്തെ ഇടുക്കിയുടെ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ഈ മേഖലയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡിനെ കുറിച്ചും ഈ മേഖലയെ കുറിച്ചും ഒക്കെ നന്നായി അറിയാവുന്ന എനിക്ക് ആ കാലഘട്ടം മുതൽ നമ്മൾ ശ്രമിക്കുന്നതാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട്. വന്യമൃഗങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് അപഹാസ്യമാണെന്ന് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ അവകാശമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജപാതയ്ക്കായുള്ള പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ജനങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്നും എം.എൽ.എമാരായ ആന്റണി ജോണും മാത്യു കുഴൽനാടനും പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. ആവശ്യം നേടിയെടുക്കാൻ കഴിയുമെന്നും ഇരുവരും പറഞ്ഞു. GTV ന്യൂസ്, പൂയംകുട്ടി.